ഹായ് ഹലോ വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. നമ്മുടെ കേട്ടറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. നമ്മളേറെ നാളായിട്ട് കാത്തിരുന്ന നമ്മുടെ കേട്ടറ്റിൻ്റെ റിസൾട്ട് വന്നിരിക്കുകയാണ്. ഇന്നലെയായിരുന്നു നമ്മുടെ റെക്ടിഫൈഡ് ആൻസർ കീ വന്നിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 1.5 മാസമായി നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ട്. അത് കഴിഞ്ഞ് ഇന്നലെ ഫൈനൽ ആൻസർ കീ വന്നു. ഒട്ടും വൈകാതെ തന്നെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ റെക്ടിഫൈഡ് ആൻസർ കീ വന്ന് അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ റിസൾട്ട് വരിക എന്ന് പറയുന്നത് നമുക്ക് ഇതുവരെയും കാണാത്തൊരു കാര്യമാണ്. അങ്ങനെ നമ്മൾ കുറേ നാളായിട്ട് കാത്തിരിക്കുകയായിരുന്നു. ഫെബ്രുവരിയിൽ നമ്മൾ എക്സാം കഴിഞ്ഞു. ഇത്രയും നാളായിട്ട് നമ്മൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു. നമ്മുടെ പരീക്ഷാ ഭവൻ്റെ സൈറ്റിൽ കേട്ടിട്ട് ഡിസംബർ 2025 റിസൾട്ട്സ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട്സ് കിട്ടും. അപ്പോൾ ഇവിടെ ക്ലിക്ക് ഹിയർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇങ്ങനെ ഒരു വിൻഡോയാണ് ഓപ്പൺ ആയിട്ട് വരിക. കേട്ടറ്റ് എക്സാമിനേഷൻ റിസൾട്ട്സ് ഡിസംബർ 2025. ഇവിടെ നിങ്ങൾ കാറ്റഗറി ഏതാണെന്ന് ചൂസ് ചെയ്യാം. നിങ്ങൾ ഏത് കാറ്റഗറിയിലേക്കൊക്കെയാണോ എക്സാം എഴുതിയിട്ടുള്ളത്. ചില കുട്ടികൾ കാറ്റഗറി 1ഉം കാറ്റഗറി 2ഉം, ചില കുട്ടികൾ കാറ്റഗറി 3യും എക്സാം എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഏത് കാറ്റഗറിയാണോ നിങ്ങൾ എക്സാം എഴുതിയിട്ടുള്ളത് ആ കാറ്റഗറി ചൂസ് ചെയ്യാം. നെക്സ്റ്റ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ എക്സാമിന് ഉപയോഗിച്ചിട്ടുള്ള നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് രജിസ്റ്റർ നമ്പർ എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. പിന്നെ കൊടുക്കേണ്ടത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അവിടെ ഡേറ്റ്, മന്ത്, ഇയർ ആ ഒരു ഓർഡർ അനുസരിച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പാറ്റേണിൽ കൊടുക്കണം. അതിനുശേഷം റിസൾട്ട് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. അപ്പോൾ ഏറെ നാളായിട്ട് നമ്മുടെ റിസൾട്ടിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, റിസൾട്ട് നോക്കുക, എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതൊന്ന് നോക്കുക. ജനറൽ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള കുട്ടികളാണെങ്കിൽ നമുക്കറിയാം 90 അതിന് മുകളിലോട്ടോ മാർക്കുകൾ നമുക്ക് ആവശ്യമാണ്. OBC കാറ്റഗറിയിൽ വരുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് 87 മുകളിലോട്ട് മാർക്ക് വേണം. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യം. ഇനി നമുക്കറിയാം ഇതിപ്പോൾ നടന്നിട്ടുണ്ടായിരുന്നത് ഡിസംബർ 2025 സൈക്കിളാണ്. 2026 ഫെബ്രുവരിയിൽ എക്സാം നടന്നിട്ടുള്ളത്. അപ്പോൾ അധികം വൈകാതെ തന്നെ നമ്മുടെ അടുത്ത കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷനും വരുന്നതായിരിക്കും. അപ്പോൾ അതിനു മുന്നേ തന്നെ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള എക്സാം പെൻഡിങ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ എക്സാമും കൂടെ കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ അടുത്തൊരു കേട്ടറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്കറിയാം 2027 ഒരു LP UP ഒക്കെ വിളിക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു LP UP എക്സാം നമുക്ക് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യണം. അപ്പോൾ ഉടനെ തന്നെ ആർക്കെങ്കിലും ഈ ഒരു എക്സാമിന് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സങ്കടം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും, നമുക്ക് വിചാരിച്ച പോലെ ചിലപ്പോൾ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചിലപ്പോൾ ടെൻഷൻസൊക്കെ വന്നു കഴിഞ്ഞാൽ 1-2 മാർക്കൊക്കെ ചിലപ്പോൾ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇനി വിഷമിച്ചിരിക്കേണ്ട സമയമല്ല. അടുത്തൊരു എക്സാമിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, പ്രിപ്പറേഷൻസ് നടത്തുക. സൈലത്തിൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള ഒരുപാട് കുട്ടികൾ നല്ല മാർക്കോട് കൂടിയിട്ട് പാസ്സായിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന സമയമാണ്, ടീച്ചറെ പാസ്സായിട്ടുണ്ടെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ടൈമാണ്. അപ്പോൾ ആ ഒരു വിജയത്തിലോട്ട് നിങ്ങളെ ഞങ്ങൾ കൂടെ വിളിക്കുകയാണ്. സൈലം ടീച്ചിങ് എക്സാംസിൽ അടുത്ത കാറ്ററ്റിന് വേണ്ടിയിട്ടുള്ള ബാച്ചുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. കാറ്ററ്റ് കാറ്റഗറി 1നും കാറ്റഗറി 2, കാറ്റഗറി 3 മാത്സ് ആൻഡ് ഇംഗ്ലീഷ് ലൈവ് ബാച്ചുകളാണ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്കറിയാം ലൈവ് ബാച്ച് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും പറയുന്നതാണ്, നമുക്ക് 2 കൂട്ടർക്കും അല്ലേ, ടീച്ചേഴ്സിനും അതേപോലെ തന്നെ സ്റ്റുഡൻസിനും ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് നമുക്ക് കോൺസെപ്റ്റുകളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പഠിക്കാനായിട്ട് ലൈവ് ബാച്ചിൽ കൂടെ സാധിക്കും. നമ്മൾ സിലബസ് എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് കവർ ചെയ്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എല്ലാം കവർ ചെയ്തുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടായിരിക്കും. ഇനി അതിനോടൊപ്പം തന്നെ നമ്മുടെ കോഴ്സിൻ്റെ ഫീയും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഇനി ഇതെല്ലാം നിങ്ങൾക്ക് ഒരു കോഴ്സിലൊന്നും ചേർന്ന് ജോയിൻ ചെയ്യാനായിട്ട് പഠിക്കാനുള്ള ഒരു സിറ്റുവേഷൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മളൊരു റാങ്ക് ഫയൽ ഇറക്കുന്നുണ്ട്. അപ്പോൾ ഈ റാങ്ക് ഫയലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം കേട്ടറ്റിന് മെയിനായിട്ടും ചോദിക്കുന്നത് SCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഫാക്ട്സ് ആണ്. സോ ആ SCERT ഫാക്ട്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, റീസെൻ്റ്ലി നടന്നിട്ടുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ, അതേപോലെ തന്നെ കൺഫ്യൂസിങ് ഫാക്ട്സ് എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കേട്ടറ്റിൻ്റെ ഒരു റാങ്ക് ഫയൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റാങ്ക് ഫയൽ അടുത്തൊരു കേട്ടറ്റ് ക്ലിയർ ആക്കാനായിട്ട് നിങ്ങളതിനെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ റാങ്ക് ഫയലിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 1299 ആണ്. അപ്പോൾ മറ്റൊന്നിന് എന്ത് ചെയ്യുക, ഒന്നുകിൽ നിങ്ങൾ റാങ്ക് ഫയൽ മേടിക്കുക. ഇനി അതല്ല നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്തവർക്കും കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് ഈ ഒരു റാങ്ക് ഫയൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കേട്ടറ്റ് ക്ലിയർ ചെയ്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അതേപോലെ തന്നെ അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻസ് നടത്തുന്നവർ ഉടനെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ വളരെ കാര്യമായിട്ടുള്ള രീതിയിൽ തന്നെ കേട്ടറ്റ് എക്സാം അപ്രോച്ച് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക.
സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഈ കേട്ടറ്റൊക്കെ നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ 1-2 മാർക്കിന് ഡിസ്ക്വാളിഫൈ ആയി പോകുന്ന കുട്ടികളുണ്ട്. അപ്പോൾ റിസൾട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, സങ്കടം നമുക്ക് വരും, സ്വാഭാവികമാണ്. പക്ഷേ വിഷമിച്ചുകൊണ്ടിരിക്കരുത്. കാരണം നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യം, നമ്മൾ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യത്തിൽ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ മാർക്ക് കുറഞ്ഞു, എന്തോ എനിക്ക് 1-2 മാർക്ക് പോയി, സോ ഞാൻ എന്ത് ചെയ്യണം, കുറച്ചും കൂടെ നല്ല രീതിയിൽ പഠിക്കേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കി അടുത്ത കേട്ടറ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങുക. അപ്പോൾ വിജയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. അതേപോലെ തന്നെ അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു എന്താ പറയുന്നത്, നല്ലൊരു വെൽക്കമിങ് നമ്മൾ തരികയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.